ഓക്കെ, പ്ലാനിങ് ആവുന്നേ ഉള്ളൂ, കുറച്ചും കൂടി ബാക്കിയുണ്ട് ഷൂട്ട്. അപ്പോൾ അതിന് ശേഷം എന്നുള്ള രീതിയിൽ അതന്നെ നിങ്ങൾക്ക് തോന്നി തന്നെ അങ്ങനെ തന്നെ പരിപാടി. ഫാൻസുകാരെല്ലാം കണ്ടിട്ട് പറയുന്നത് പഴയ ദിലീപേട്ടനെ പഴയ പോലൊരു ഫുൾ പാക്ഡ് ആയിട്ടുള്ള ആക്ഷൻ അതുപോലെ കോമഡി എല്ലാം ചെയ്യുന്നതിലേക്ക് എത്രത്തോളം അതൊരു ചലഞ്ചിങ് ആണ്? ഞാൻ ദിലീപേട്ടനെ കണ്ട് ശീലിച്ച ഒരു രീതി ഉണ്ടല്ലോ. നമ്മളിപ്പം ഈ പറഞ്ഞ ജൂലൈ 4 ഇറങ്ങിയ പടങ്ങളൊക്കെ ഉണ്ടല്ലോ ഹിറ്റായി. അപ്പോൾ ദിലീപേട്ടനെ കണ്ട് ശീലിച്ച രീതിയിൽ ദിലീപേട്ടനെ പ്രസൻറ്റ് ചെയ്യണമെന്നാണ് ഞാനും ആഗ്രഹിച്ചത്. അപ്പം അതാണ് ഞാൻ ദിലീപേട്ടനോടും പറഞ്ഞത്. അപ്പോൾ ദിലീപേട്ടൻ എവിടെയും പോയിട്ടില്ലല്ലോ, ദിലീപേട്ടൻ ഇവിടെ ഉണ്ടല്ലോ. അപ്പം നമുക്ക് ദിലീപേട്ടൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന മാക്സിമം നമുക്ക് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് മാക്സിമം ദിലീപേട്ടൻ നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ ദിലീപേട്ടൻ തരും. പിന്നെ അപ്പോൾ എല്ലാ ഫാൻസിനും, ഞാനും ഒരു ഫാനാണ്, ഈ പറഞ്ഞ പോലെ അവരാഗ്രഹിക്കുന്ന പോലെ നമുക്കും പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. ഇനി പടത്തിലാണല്ലോ മാക്സിമം, അപ്പോൾ പടത്തിൽ നമ്മളങ്ങനെയാണ് മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിലീപേട്ടൻ ഷോ ആണ്, ദിലീപേട്ടനെ മാത്രമല്ല വിനീതേട്ടൻ എല്ലാവരും ഒരു കൂട്ട ഷോ ആയിട്ടാണ് അങ്ങനെ തന്നെ. ഈ ടീസറിൽ കണ്ട ആ മൂഡ് തന്നെയാണ് പരിപാടികൾ മൊത്തം ഉള്ളത്. ഇതിൽ ടീസറിൽ കാണാതെ തന്നെ കുറെ കാര്യങ്ങൾ ഹൈലൈറ്റ് വെച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ടീസറിൽ അപ്പം നമുക്ക് ഏറ്റവും കുറവ് മാത്രമല്ലേ വിടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ആളുകൾ കാണണമെന്ന് ആഗ്രഹിക്കാൻ പറ്റുന്ന കണ്ടന്റ് മാത്രമല്ലേ നമ്മൾ ഇടും. അപ്പോൾ അത് മാത്രമേ ഇപ്പോൾ വിട്ടുള്ളൂ. ബാക്കി ഇനിയും നമ്മൾ കുറേ പരിപാടികളുണ്ട്. പിന്നെ അതിനാണല്ലോ നമ്മളിങ്ങനെ ഇവിടെ വന്നതും ഇതൊക്കെ അറിയുന്നത്. ആൾക്കാരുടെ അടുത്ത് നിന്ന് അത്രയും അവർ ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു സാധനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമായിട്ട് കാണുന്നു. കാരണം ദിലീപേട്ടനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഇങ്ങനത്തെ ഒരു ദിവസം തന്നെ നമുക്കത് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര അതെ അതെ അതെ. വിനീതേട്ടൻ ലുക്ക് ആദ്യം പുറത്തിട്ടപ്പോ ഒരു നെഗറ്റീവ് ഷെയ്ഡ് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പെട്ടത്. പക്ഷെ ടീച്ചർ കണ്ടപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. ടീച്ചർ കണ്ടപ്പോൾ എല്ലാവർക്കും ഈക്വൽ റോളുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള അങ്ങനെ ഇത് ഇപ്പൊ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അല്ല, നമ്മൾ ഈ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഒരു മാഡ്നസ് വേൾഡ് ആണ്. അതിലുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇതിലെല്ലാവർക്കും, പടത്തിലെ ക്യാരക്ടേഴ്സിന് എല്ലാവർക്കും ഉള്ളത്. അങ്ങനെയാണ് എൻ്റെ പരിപാടി. എല്ലാവർക്കും രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട്. ആ അതെ അതെ, എല്ലാവരും അങ്ങനെ ഒരു പരിപാടിയിലായിരിക്കും. ആ ഒരു കൈൻഡ് ഓഫ് പരിപാടിയാണ്. നോക്കാം.